കാർഷിക വാർത്തകൾ. കെട്ടിക്കിടക്കുന്നത് 450 ടൺ നെൽവിത്ത്. നെൽകർഷകർ ദുരിതത്തിൽ. 6 മാസം മുമ്പ് വിളവെടുത്ത വിത്തുനെല്ല് ഓണക്കാലമെത്തിയിട്ടും സംഭരിച്ചിട്ടില്ല. കഴിഞ്ഞ മാർച്ച് ഏപ്രിലിൽ രണ്ടാം വിളക്കാലത്ത് ഉൽപ്പാദിപ്പിച്ച 450 ടൺ വിത്താണ് കെട്ടിക്കിടക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിത്ത് ഉൽപ്പാദനം നടക്കുന്ന പാലക്കാട്, കൊല്ലങ്കോട് മേഖലയിലാണ് വിത്തെടുപ്പ് വൈകുന്നത്. സംസ്ഥാന സീഡ് അതോറിറ്റിയുടെ സംഭരണ നടപടികൾ അനിശ്ചിതമായി നീളുന്നതുമൂലം ഓണക്കാലത്തും നെല്ലുവില കിട്ടാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. വിത്തു സംഭരണ നടപടികളിലുണ്ടായ കാലതാമസം കർഷകർക്ക് കനത്ത തിരിച്ചടിയായി മാറിയെന്ന് രജിസ്റ്റേർഡ് നെൽവിത്ത് ഉൽപ്പാദക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഗുണനിലവാര പരിശോധന നടത്തി ടാഗ് നമ്പറും ലഭിച്ച ശേഷം സംഭരണത്തിനൊരുക്കിവെച്ച വിത്ത് കളത്തിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. നെല്ല് സംഭരണ പ്ലാന്റിലെത്തിക്കാൻ വേണ്ടത്ര ലോറികൾ അനുവദിക്കാത്തതും പ്രശ്നത്തിന് കാരണമാണ്. 2 ലോറികൾ മാത്രമാണ് ഇതിനായി നൽകി വരുന്നത്. ഇതുമൂലം ദിവസം 20 ടണ്ണാണ് ശരാശരി കൊണ്ടുപോകുന്നത്. വല്ലപ്പോഴും മാത്രമാണ് ലോറികൾ നെല്ല് കയറ്റാനെത്തുന്നതെന്നും കർഷകർ പറയുന്നു. ഓഗസ്റ്റ് 7-ന് കർഷകർ സംസ്ഥാന സീഡ് അതോറിറ്റിയുടെ തൃശൂരിലെ പ്രധാന ഓഫീസിലെത്തി പ്രതിഷേധിച്ചിരുന്നു. പ്രശ്നത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഇടപെട്ടതോടെ കുറച്ചു ദിവസം അധിക വാഹനങ്ങൾ വിട്ടു നൽകിയെങ്കിലും പിന്നീട് പഴയപടിയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് കഴിഞ്ഞ 2 ആഴ്ചയായി പെയ്തത് റെക്കോർഡ് മഴ. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി 14% കൂടുതൽ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ മാത്രം ലഭിച്ചു. കനത്ത മഴയിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ വൻതോതിൽ കൃഷിനാശം. ഈ മാസം ആദ്യ പകുതിയിൽ 108.5 മില്ലിമീറ്ററാണ് രാജ്യത്ത് മഴ ലഭിച്ചത്. ഇത് സാധാരണ കിട്ടുന്ന 95.2 മില്ലിമീറ്ററിൽ നിന്ന് 14% കൂടുതലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ സ്വാധീനത്തിൽ ജൂൺ 1-നും സെപ്റ്റംബർ 15-നും ഇടയിൽ അതിന്റെ ദീർഘകാല ശരാശരിയുടെ 108%-ലെത്താൻ ഇത് മൊത്തത്തിലുള്ള സീസണൽ മഴയെ സഹായിച്ചു. വെള്ളിയാഴ്ച ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നെൽകൃഷിക്ക് വൻ നാശമുണ്ടായി. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ലക്ഷക്കണക്കിന് ഏക്കർ വെള്ളത്തിനടിയിലായി. 47 ജില്ലകളിൽ പ്രധാന വിളകളായ നെല്ല്, മുളക്, വാഴ, പരുത്തി, പയറുവർഗ്ഗങ്ങൾ എന്നിവ നശിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തി കർഷകരെ സഹായിക്കാൻ അതീവ ജാഗ്രതയിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭാരത് ബ്രാൻഡിനു കീഴിലുള്ള അരി, ആട്ട, പരിപ്പ് തുടങ്ങി തിരഞ്ഞെടുത്ത ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന ഒക്ടോബർ മുതൽ കേന്ദ്ര സർക്കാർ പുനരാരംഭിക്കും. കഴിഞ്ഞ ആഴ്ച മന്ത്രിമാരുടെ പാനൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തതായി റിപ്പോർട്ട്. ഭാരത് ബ്രാൻഡിനു കീഴിൽ ഉപഭോക്താക്കൾക്ക് കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ ഉള്ളിയുടെ ചില്ലറ വിൽപ്പന അടുത്തയിടെ ആരംഭിച്ചിരുന്നു. ഉള്ളി, ബസുമതി അരി എന്നിവയുടെ കയറ്റുമതിക്ക് സർക്കാർ ചില ഇളവുകൾ അനുവദിച്ചു. ഗോതമ്പ് സ്റ്റോക്കിന്റെ പരിധിയും കുറച്ചിട്ടുണ്ട്. ഈ 2 നടപടികളും വില നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. ഫെബ്രുവരിയിൽ സർക്കാർ 5 കിലോ, 10 കിലോ പാക്കറ്റുകളിലായി കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ ഭാരതരിയുടെ വിൽപ്പന ആരംഭിച്ചു. 2023 നവംബറിൽ 10 കിലോ ബാഗിന് 275 രൂപ നിരക്കിൽ ഭാരത് ആട്ടയുടെ വിൽപ്പനയും ആരംഭിച്ചു. എന്നാൽ ഈ ജൂൺ മുതൽ അരിയുടെയും ആട്ടയുടെയും വിൽപ്പന നിർത്തിവച്ചിരിക്കുകയാണ്. ഖാരിഫ് പയർവർഗ്ഗങ്ങളുടെ വിസ്തൃതി കൂടുതലാണെങ്കിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. IMD പ്രവചിക്കുന്ന ശക്തമായ മഴ മധ്യപ്രദേശിലും രാജസ്ഥാനിലും പയറുവർഗ്ഗങ്ങൾക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെല്ലിനു പകരം മറ്റു വിളകൾ കൃഷി ചെയ്യുന്നത് ഭൂഗർഭജലം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് പഠനം. വിളരീതികൾ മാറുന്നതിലൂടെ ജലദൗർബല്യം കുറയ്ക്കാൻ കഴിയുമെന്നും പഠനം. നെല്ല് വിതച്ച സ്ഥലത്തിന്റെ 40% മറ്റു വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ 60 മുതൽ 100 ക്യൂബിക് കിലോമീറ്റർ ഭൂഗർഭജലം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് ഒരു പഠനം കണ്ടെത്തി. നിലവിലെ കൃഷിരീതികൾ ജലസേചനത്തിനായി ഭൂഗർഭജലത്തെ ധാരാളമായി ആശ്രയിക്കുന്ന നെൽകൃഷി തുടരുകയാണെങ്കിൽ ഏകദേശം 13 മുതൽ 43 ക്യൂബിക് കിലോമീറ്റർ ഭൂഗർഭജലം നഷ്ടപ്പെടുമെന്ന് ഗുജറാത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകർ പറഞ്ഞു. ഭക്ഷ്യജല സുരക്ഷാ ഭീഷണിക്ക് പരിഹാരമായി നെൽകൃഷി ചെയ്യുന്നത് വെട്ടിക്കുറച്ച് നിലവിലുള്ള വിളശീലങ്ങളിൽ നിന്ന് മാറാൻ ഗവേഷകർ നിർദ്ദേശിച്ചു. നിലവിലെ പ്രവണതകൾ തുടരുകയാണെങ്കിൽ ആഗോളതാപനം 2030-നും 2050-നും ഇടയിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് പഠനം പറയുന്നു. ഭൂഗർഭ സുസ്ഥിരതയും കർഷകരുടെ ലാഭക്ഷമതയും ഉറപ്പാക്കുന്നതിന് വിളരീതികൾ മാറ്റുന്നത് പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് കാര്യമായ പ്രയോജനം ചെയ്യുമെന്ന് പഠനം പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെല്ലിന് വളമിടാൻ മാത്രമല്ല, പൂട്ടിയൊരുക്കിയ പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കാനും ഡ്രോണുകൾ അനുയോജ്യമെന്ന് കാർഷിക സർവകലാശാല.
ഡ്രോൺ ഉപയോഗിച്ച് നെൽവിത്ത് വിതയ്ക്കാനായി ആലപ്പുഴ ചമ്പക്കുളം കൃഷിഭവൻ പരിധിയിലെ ചക്കൻകരി പാടശേഖരത്തിൽ നടത്തിയ പരീക്ഷണമാണ് വിജയം കണ്ടത്. കാർഷിക ഡ്രോണിൽ സീഡ് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിറ്റ് ഘടിപ്പിച്ചാണ് ഡ്രോൺ സീഡർ രൂപകൽപ്പന ചെയ്തത്. മാങ്കൊമ്പിലെ ഡോക്ടർ MS സ്വാമിനാഥൻ നെൽ ഗവേഷണ കേന്ദ്രവും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി ചേർന്ന് ഒരേക്കർ കൃഷിയിടത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വിത നടത്തിയത്.